അന്ന് ദിലീപിന് അതിജീവിതയുമായ ആ വൈരാഗ്യമുണ്ടായതിൻ്റെ വ്യക്തമായ കാരണം തന്നെയാണ് നിലവിൽ നിർണായക മൊഴിയായി പോലീസിന് മുന്നിൽ, അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയിരിക്കുന്നത്. കോടതിയിലും അക്കാര്യം തന്നെ ആവർത്തിക്കുന്നു. അതിജീവിതയുടെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, തെളിവടക്കമുണ്ടായിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. അന്ന് ദിലീപിനൊപ്പം ലണ്ടൻ യാത്ര നടത്തിയപ്പോൾ സംഭവിച്ച ചില കാര്യങ്ങൾ അതുതന്നെയാണ് ഇത് തുറന്നടിച്ചിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ വേളയിലെ ചില സുപ്രധാന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബലാത്സംഗത്തിനിരയായ നടി കോടതിയിൽ നൽകിയ മൊഴിയാണ് ഇത്. 2012 മുതൽ നടൻ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നെന്നും മഞ്ജുവുമായിട്ടുള്ള വിവാഹ ബന്ധം തകർത്തത് താനാണെന്ന് ദിലീപ് പലരോടും പറഞ്ഞു നടന്നുവെന്നും അതിജീവിത മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ ആനപ്പകയാണ് ദിലീപിനെ ഈ ക്രൂരകൃത്യത്തിലേക്ക് കൊട്ടേഷൻ നൽകി പീഡിപ്പിക്കാനായി പ്രേരിപ്പിച്ചത്. 2012 വെച്ച് ലണ്ടനിലേക്ക് ഇരുവരും യാത്ര ചെയ്തപ്പോൾ ദിലീപ് നേരിട്ട് ഇക്കാര്യം തന്നോട് ചോദിച്ചിരുന്നു. കാവ്യയുമായുള്ള ബന്ധം മഞ്ജുവിനോട് പറഞ്ഞത് എന്തിനാണെന്നായിരുന്നു അന്ന് ആരാഞ്ഞത്. എന്നാൽ തെളിവുമായിട്ടാണ് മഞ്ജു വന്നതെന്നും താൻ മറുപടി കൊടുത്തു. തനിക്കെതിരെ നിന്നവരൊന്നും തന്നെ മലയാള സിനിമയിൽ എങ്ങും എത്തിയിട്ടില്ല എന്ന് ദിലീപ് അന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് അതിജീവിത തന്നെ മൊഴി കൊടുത്തു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി നാളെ വരാനിരിക്കുകയാണ് വിചാരണയിലെ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. കാവ്യ മാധവനുമായി ദിലീപിനുണ്ടായിരുന്ന ബന്ധം, അന്ന് ഇരുവരും ഒന്നിച്ച് കഴിഞ്ഞ വിവരം, അന്നത്തെ ഭാര്യയായിരുന്ന മഞ്ജുവിനോട് ആക്രമിക്കപ്പെട്ട നടി പറഞ്ഞതിലുള്ള വൈരാഗ്യം, അതുപോലെ തന്നെയാണ് ഈ കേസ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. കേസ് തെളിയിക്കാനായി ഒന്നാം സാക്ഷിയായ അതിജീവിതയുടെ മൊഴി കരുത്താകുമെന്നാണ് പ്രോസിക്യൂഷൻ പ്രതീക്ഷിക്കുന്നത്. മറ്റു പലരും മൊഴിമാറ്റിയെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കാനായി സാധിക്കും. ഇതുകൂടാതെ ഒരു സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ സമയം, അന്ന് ദിലീപ് ആകട്ടെ തന്നോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കിയിട്ടില്ല. അന്ന് സിനിമാ മേഖലയിലുള്ള പലരും തന്നോട് വന്ന് പറഞ്ഞത് ദിലീപുമായി ഒരിക്കലും പ്രശ്നം വെക്കരുത്, അത് പറഞ്ഞു തീർക്കണമെന്നായിരുന്നു. അത് പറഞ്ഞു തീർത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പ്രശ്നങ്ങൾ സംഭവിക്കില്ലായിരുന്നു. അതിജീവിതയെ ബലാത്സംഗം ചെയ്യാൻ നേരത്തെയും ഇത്തരത്തിൽ ശ്രമം നടത്തിയിരുന്നു. അത് ഗോവയിൽ വെച്ചായിരുന്നു. 2017 ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ആക്രമിക്കാനുള്ള പദ്ധതിയിട്ടു. പക്ഷേ അന്നത് നടപ്പിലായില്ല, പ്ലാൻ പാളിപ്പോയി. ജനുവരി 3 നടി എയർപോർട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നത് പ്രതിയായ പൾസർ സുനിയായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇയാൾ നടിയുടെ ഡ്രൈവറായി ജോലി നോക്കി. ബലാത്സംഗം ചെയ്യാൻ വാഹനം തേടി ജനുവരി 3 സുനിൽ സെന്തിൽകുമാർ എന്നയാളെ വിളിച്ചു. ഇതിന്റെ തെളിവടക്കം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ആ വാൻ ഇപ്പോഴും കോടതി പരിസരത്ത് കാണാൻ സാധിക്കും. കേസിലെ 173ാമത് സാക്ഷിയാണ് സെന്തിൽകുമാർ. 2ാം പ്രതി മാർട്ടിനെയും 3ാം പ്രതി മണികണ്ഠനെയും സുനിൽകുമാർ ഗോവയിൽ നിന്ന് വിളിച്ചു. ഷൂട്ടിംഗ് പൂർത്തിയാക്കി നടി ഗോവയിൽ നിന്നും റോഡ് മാർഗം കേരളത്തിലേക്ക് വരുമെന്നായിരുന്നു സുനിയുടെ കണക്കുകൂട്ടൽ. ആ യാത്രക്കിടയിൽ എത്തി തട്ടിക്കൊണ്ടു പോകാനുള്ള ഒരാലോചന ഉണ്ടായിരുന്നു. അതിനുശേഷം ബലാത്സംഗം ചെയ്യുക, ഇതായിരുന്നു പ്ലാൻ. പക്ഷേ ജനുവരി 5 അപ്രതീക്ഷിതമായി നടിക്ക് കേരളത്തിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ ആ ശ്രമം പരാജയപ്പെട്ടു. തൊട്ടടുത്ത മാസം ഫെബ്രുവരി 17 ഇത് നടപ്പിലാക്കുകയും ചെയ്തു. വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ ഇക്കാര്യം കൃത്യമായി തന്നെ അവതരിപ്പിച്ചു. അതിജീവിതയായിരുന്നില്ല മഞ്ജു വാര്യരോട് ദിലീപ് കാവ്യ ബന്ധത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞതെന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റു പലരിൽ നിന്നായി മഞ്ജുവിന് ഈ കാര്യം കേൾക്കേണ്ടി വന്നു. മറ്റു പലരും ഈ കാര്യം മഞ്ജുവിനോട് പറഞ്ഞിരുന്നു. തൻ്റെ അടുത്ത സുഹൃത്തായിട്ട് പോലും എന്തുകൊണ്ട് അതിജീവിതയായ നടി ഇതൊന്നും തന്നോട് പറഞ്ഞില്ല എന്നുള്ള കാര്യം മാത്രമായിരുന്നു മഞ്ജു സംശയിച്ചത്. നടിയെ ആക്രമിക്കാൻ നേരത്തെയും ശ്രമം നടത്തിയെന്നത് പ്രോസിക്യൂഷൻ കോടതിയിൽ സ്ഥാപിച്ചെടുക്കുകയാണ്. ഫെബ്രുവരി 17 കൃത്യം നടപ്പിലാക്കിയ പ്രധാന ഗൂഢാലോചകൻ ദിലീപാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ സ്ഥാപിക്കുന്നു. 2017 ജനുവരി 2 പൾസർ സുനി നടത്തിയ ഓരോ നീക്കങ്ങൾ, ഏറ്റവും ഒടുവിൽ സംഭവിച്ച വിവരങ്ങൾ, ഇതടക്കം വിവരിച്ചുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത്. ഒരു ട്രാവലർ എന്ന് സംഘടിപ്പിച്ച ആ വാഹനത്തിനുള്ളിൽ വെച്ച് നടിയെ ബലാത്സംഗം ചെയ്ത് ദൃശ്യം പകർത്തുക എന്ന ലക്ഷ്യമായിരുന്നു പൾസർ സുനിക്ക് കിട്ടിയ കൊട്ടേഷൻ. ദൗത്യത്തിന് വാഹനം കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് പൾസർ സുനി സെന്തിൽകുമാറിനെ ബന്ധപ്പെട്ടതാണ് അടുത്ത തെളിവ്. 4ാം പ്രതിയായ വിജീഷിനെ 20 തവണ വിളിച്ചിരുന്നു. 2ാം പ്രതി മാർട്ടിനെയും 3ാം പ്രതി മണികണ്ഠനെയും ഗോവയിൽ നിന്നായിരുന്നു വിളിച്ചത്. ഇതൊക്കെ തന്നെ കൃത്യമായി ഒരു വലിയ ഗൂഢാലോചന ഉണ്ടെന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കുന്നുണ്ട്. അതുകൂടാതെ ഇതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ആരോപിച്ചത്, ആദ്യമായി പറഞ്ഞത് ദിലീപിൻ്റെ ആദ്യ ഭാര്യ കൂടിയായിട്ടുള്ള നടി മഞ്ജു വാര്യരായിരുന്നു. ആക്രമിക്കപ്പെട്ട നടിയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് മഞ്ജു എന്നുള്ളതാണ് വസ്തുത. നടി ആക്രമിക്കപ്പെട്ടതിൻ്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു കൊച്ചിയിലെ ദർബാർ ഹാളിൽ വെച്ച് സിനിമാ പ്രവർത്തകരുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ദിലീപ് അടക്കം പങ്കെടുത്ത ആ പരിപാടി, അവിടെ വച്ചാണ് മഞ്ജു ഈ ഒരു ഗൂഢാലോചനയുടെ കാര്യം എടുത്തു പറയുന്നത്. ഒരുപക്ഷെ മഞ്ജുവിന് ചില കാര്യങ്ങൾ അന്നേ അറിയാമായിരിക്കും. ഇതിന് പിന്നാലെ ചർച്ചകൾ ദിലീപിലേക്ക് എത്തി.
ദിലീപിൻ്റെ പങ്ക് അന്വേഷിക്കണമെന്ന ആവശ്യം ഏറെ ശക്തമായി തന്നെ മാധ്യമങ്ങൾ ഉയർത്തി. എന്നാൽ ദിലീപിനെതിരായ തെളിവുകളില്ല എന്നും ദിലീപിലേക്ക് എത്താൻ കഴിയില്ല എന്ന രീതിയിലുമായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ പിന്നീട് ദിലീപിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേരുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഒരു സാഹചര്യത്തിൽ ദിലീപ് ഒരു മെസ്സേജ് അയച്ചത് വലിയ തോതിൽ വാർത്തയായി മാറുകയാണിപ്പോൾ. തെറ്റ് ചെയ്യാത്ത ഞാൻ സമ്മർദ്ദത്തിലായിരുന്നത്രേ എന്നുള്ള സന്ദേശമാണ് നൽകിയത്. 2017 ഫെബ്രുവരി 18 ആ സംഭവം ഉണ്ടായത്. തെന്നിന്ത്യയിലെ തന്നെ സൂപ്പർ താരമായ നായികയെ കൊച്ചിയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി ഓടുന്ന വാഹനത്തിൽ വെച്ച് ക്രൂരമായ പീഡനത്തിന് ഇരയാക്കി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടാനായി പോലീസിന് സാധിച്ചു. ജൂൺ 28 കേസുമായി ബന്ധപ്പെട്ട നടൻ ദിലീപിനെ പോലീസ് ചോദ്യം ചെയ്തു. കേരളത്തെ ആകമാനം അമ്പരപ്പിച്ചൊരു വാർത്ത കൂടിയായിരുന്നു അത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ദിലീപായിരുന്നുവെന്ന് വാർത്തകൾ പ്രചരിച്ചു. ജൂലൈ 10 ദിലീപിനെ അറസ്റ്റ് ചെയ്തു. രാജ്യത്ത് തന്നെ ആദ്യമായി കേട്ട കൊട്ടേഷൻ പീഡനം അത് ദിലീപിനാണ്. കേസിലെ 8ാം പ്രതിയായ ദിലീപ് ഗൂഢാലോചന നടത്തി കൊട്ടേഷൻ കൊടുത്ത് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. അതിന് ബലം നൽകുന്ന രീതിയിൽ ദിലീപ് അയച്ച സന്ദേശവും മാറിയെന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ആ സന്ദേശം ദിലീപ് അയക്കാൻ കാരണം മഞ്ജു വാര്യരുടെ വാക്കുകൾ കൂടി ആയിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം വീട്ടിൽ നിന്ന് തന്നെ തനിക്കെതിരെ ആസൂത്രണം നടക്കുന്നുവെന്നാണ് ദിലീപിൻ്റെ ആരോപണം. കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെയാണ് വിധി പറയുന്നത്. നടൻ ദിലീപ് ഇതിൽ 8ാം പ്രതി കൂടിയാണ്. രാവിലെ 11 നടപടികളാകട്ടെ ആരംഭിക്കും. നടിയെ ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്തിയ പൾസർ സുനിയാണ് കേസിലെ 1ാം പ്രതി. നേരിട്ട് പങ്കെടുത്ത 6 പ്രതികളടക്കം 10 പേരാണ് വിചാരണ നേരിട്ടത്. ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധത്തെ തുടർന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തുവെന്നാണ് കേസ്. എന്നാൽ തന്നെ കേസിൽ പെടുത്തിയതാണെന്നും ഇതൊക്കെ തന്നെ തനിക്കെതിരായിട്ടുള്ളൊരു കൊട്ടേഷനാണെന്നുമാണ് ദിലീപ് കോടതിയിൽ വാദിക്കുന്നത്. പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇക്കാര്യങ്ങളാണ് ദിലീപ് നിലവിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇനി കാവ്യ മാധവനുമായിട്ടുള്ള ദിലീപിന്റെ ചാറ്റുകൾ, അത് മഞ്ജു വാര്യർ കണ്ടതാണ് ഈ സംഭവങ്ങളുടെ തുടക്കമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. രാമൻ, RUK അണ്ണൻ, മീൻ, വ്യാസൻ തുടങ്ങിയ പല പേരുകളിലായി കാവ്യയുടെ ഫോൺ നമ്പറുകളായിരുന്നു ദിലീപ് ഫോണിൽ സേവ് ചെയ്തത്. പ്രോസിക്യൂഷൻ ഇക്കാര്യം കോടതിയിൽ വാദിക്കുകയും ചെയ്തു. പക്ഷേ ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകിയെന്നത് പോലീസിന്റെ കെട്ടുകഥയെന്ന കാര്യത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്.